ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഇവർക്ക് ചിക്കനുണ്ട് കേട്ടോ, 3 പേർക്കും. അപ്പോൾ ചിക്കൻ ഇരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം പട്ട് കെട്ടണം, ആദ്യം കൊടിയേറ്റ് നടക്കണം, സദ്യ ഉണ്ണണം. അതിനൊക്കെ ശേഷമാണ് നമ്മൾ പട്ട് കെട്ടിയൊക്കെ തുടങ്ങുള്ളൂ. വെളിച്ചപ്പാടൊക്കെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3000-ഓളം പേര് ചിക്കൻ ഇരിക്കുന്നുണ്ട്. ഇതേ അമ്പലമാണ് കേട്ടോ. ഇത് കണ്ട പട്ട് കെട്ടി ഓരോരുത്തരിങ്ങനെ നിൽക്കുവാണ്. നമ്മൾ പട്ട് കെട്ടാനായിട്ട് നമ്മൾ നിൽക്കുവാണ്. അങ്ങനെ പട്ട് കെട്ടി ഇങ്ങനെ നമ്മൾ അമ്പല സന്നിധിയിൽ ചെന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ എങ്ങോട്ടേക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. അങ്ങനെയാണ് ചടങ്ങ്. അപ്പോൾ അതേ പട്ട് കെട്ടിയിട്ടുണ്ട് 3 പേരും. പട്ട് കെട്ടി റൂമിലെത്തിയപ്പോൾ തൊട്ട് ഓടാൻ തുടങ്ങിയതാണ് ചെക്കൻ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പട്ട് കെട്ടിക്കഴിഞ്ഞത്. അപ്പോൾ ഭാഗ്യത്തിനാണ്, കാരണം അങ്ങനെ പെട്ടെന്ന് പട്ട് കെട്ടി കിട്ടാറില്ല. പക്ഷെ ഭാഗ്യം ഉണ്ടായിരുന്നു എപ്പോഴും. ദൈനായ എന്തൊക്കെയോ ഒന്ന് പറയുവാണ്. നമ്മൾ ഒരുങ്ങിയൊന്നും നടക്കാറില്ല, കാരണം പട്ടുംതാലിയും ചാർത്തി കഴിഞ്ഞാണ് ഒരുങ്ങുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് മതി. അങ്ങനെ ഓടിക്കളിക്കുവാണ്. പക്ഷേ പട്ട് നിർബന്ധമാണ് കേട്ടോ. അരയിലോ തലയിലോ എവിടെയെങ്കിലും പട്ട് നമുക്ക് നിർബന്ധമാണ്. ഇതാണ് നമ്മുടെ മുറി. ഇതൊക്കെ കണ്ട, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കളിയാണ്. ചെക്കൻ വലിയവരുടെ ചെരുപ്പിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്, കണ്ടോ. പക്ഷെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല കൂട്ടാണ്. ഇതാണ് നമ്മുടെ റൂം. അവിടെ ഭയങ്കര പരിപാടിയിലാണ് എല്ലാവരും. ഇവരൊക്കെ ഇരുന്ന് മൊബൈൽ കാണുവാണ്. ഇക്കു നമ്മൾ നമ്മൾ അടുക്കളയിലെ പണിയിലാണ്. ഇഞ്ചിക്കറിയൊക്കെ വെക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പച്ചക്കറിയാണല്ലോ, അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറിയൊക്കെ ഓടുള്ളൂ. രാത്രി വൈബാണ് കേട്ടോ. ഇത് രാത്രി നമ്മൾ അടുത്ത വലത്തിന് പോവുകയാണ്. ഇനായ ഒരു രക്ഷയില്ല. ഇനായ ഭയങ്കര അലമ്പാണ് കേട്ടോ. ഒരുങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നടക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, എടുപ്പിക്കും. അങ്ങനെ ഭയങ്കര കലിതുള്ളി നിൽക്കുവാണ്. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കലി ഉണ്ടാവുമെന്ന് പറയുന്നത് സത്യമാണ് തോന്നുന്നു. ഓവർ കലിയാണിപ്പോൾ വിനായകതേ. നമ്മളിത് നമ്മൾ ചിക്കരക്കൊട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരിതുണ്ട്. അപ്പോൾ അവിടെ ചക്കിയമ്മേടിക്ക് അവിടെ വന്നിങ്ങനെ വലത്ത് കഴിഞ്ഞ് ചിക്കര കുടത്തിൽ ശർക്കര നിക്ഷേപിക്കുന്ന ചടങ്ങിന് ഇരിക്കുവാണ്. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ചൂടിനും ഇതിനൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഭക്ഷണമൊക്കെ വഹിക്കണം. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി തൊഴാറുണ്ട്. വലത്ത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് ഭഗവതിനെ കാണാനും ഭഗവതിയുടെ പോയി തൊഴാനും ഒക്കെ സാധിക്കും. 21 ദിവസം തന്നെ തൊഴുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. പട്ട് നിർബന്ധമാണ്. പട്ട് കെട്ടിക്കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ, ഞങ്ങളുടെ ചിക്കരക്കുട്ടികൾ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്